ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന ആളെ കണ്ടോ? ഷൺമുഖൻ തോമസ്. എൻ്റെ മിക്ക വീഡിയോയിലും ഇയാൾ കമൻ്റ് ഇടാറുണ്ട്. പക്ഷേ പോസിറ്റീവ് ഒന്നും അന്ന് അതിൽ നിന്ന് വരത്തില്ല, നെഗറ്റീവ് മാത്രമേ വരൂ. ഇയാൾക്ക് ലാസ്റ്റ് ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഇനിയും ചൊറിയാൻ വന്നാൽ ഒരു വീഡിയോ ഇട്ട് തന്നെ ഞാൻ ഇയാൾക്ക് റിപ്ലൈ തരുമെന്ന്. ഞാൻ എൻ്റെ കുഞ്ഞിനെ തിന്നാൻ കൊടുക്കുന്നില്ലെന്ന്. ഇവിടെ ചൊറിയന്താസേ, ഞാൻ എൻ്റെ ശത്തന് മാത്രമല്ല, എൻ്റെ അടുത്ത് വിശന്ന് വരുന്ന മിണ്ടാപ്രാണികൾക്കൊക്കെ ആഹാരം കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ശത്തൻ ആ സ്റ്റെപ്പിലിരുന്ന് വാ പൊളിച്ചത് ഞാൻ തിന്നാൻ കൊടുക്കാഞ്ഞിട്ടാണെന്ന്. ഈ മഹാൻ്റെ കണ്ടുപിടുത്തമാണ്. ഇവിടെ തന്നെ ബോധിപ്പിച്ചിട്ട് വേണോ ഞാൻ അവന് തിന്നാൻ കൊടുക്കാൻ. ശത്തന് അവൻ പറയുന്നത് സാധിച്ചു കൊടുക്കാതെ അവന് ദേഷ്യം വരുമ്പോൾ കോട്ടുവായിട്ട് കാണിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞ ഒന്നാം തരം പുച്ഛം. വാ തുറക്കുമ്പോൾ തിന്നുന്നതായിരിക്കും തൻ്റെ രീതി. പക്ഷേ ഞങ്ങളങ്ങനല്ല, ആവശ്യത്തിനേ കഴിക്കൂ, അനാവശ്യത്തിന് കഴിക്കൂല. പിന്നെ ചിലർക്ക് ചൊറിച്ചിലൊരു ഹരമാണ്. നെഗറ്റീവ് പറഞ്ഞ് മറ്റുള്ളവരെ തളർത്താൻ നോക്കുന്നവർ. താനോ നന്നാവില്ല, മറ്റുള്ളവർ നന്നായാൽ അവർക്ക് കണ്ണുകടി. ഇയാൾക്കൊരു ചാനലുണ്ട്, വർഷങ്ങളായിട്ടൊരു ഈച്ച പോലും സബ്സ്ക്രൈബേഴ്സായിട്ട് അതിനകത്തില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരോട് കുശുമ്പ് തോന്നൽ തെറ്റുണ്ടോ? അസൂയയും കുശുമ്പും കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. സ്വയം നെഗറ്റീവ് അടിച്ചിരിക്കാവുന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. പിന്നെ ഇയാളെൻ്റെ ശത്തനെ ഡോബർമാൻ എന്ന് വിളിച്ച് പരിഹസിക്കാറുണ്ട്. അതും തൻ്റെ വികലമായ മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ്. എൻ്റെ കയ്യിലൊരു ജീവനെ കിട്ടിയാൽ അത് നാടനെന്നോ വിദേശിയെന്നോ നോക്കി ഞാൻ സ്നേഹിക്കാറില്ല. കാരണം നാടനും വിദേശിയുമൊക്കെ മനുഷ്യൻ്റെ കണ്ണിലാണ്. മിണ്ടാപ്രാണികൾക്ക് അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. എല്ലാം ഒരു ജീവനാടോ. കൊടുക്കുന്ന സ്നേഹം 1000 ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്നവർ. അവർക്ക് സ്നേഹിക്കാനേ അറിയൂ. തന്നെ പോലെ അസൂയ പറഞ്ഞും കുശുമ്പ് കുത്തിയും ഒന്നും ജീവിക്കാറില്ലവർ. എന്തായാലും ഇതുകൊണ്ട് തൃപ്തിപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോരെങ്കിൽ അടുത്ത വീഡിയോ ഇട്ട് തരാം കേട്ടോ.